നമസ്കാരം. പശ്ചിമ ബംഗാളിൽ മുഖ്യമന്ത്രിയായ സുവേന്ദു അധികാരിക്ക് ഒരു വലിയ ഭീഷണി ലഭിച്ചിരിക്കുകയാണ്. സുവേന്ദു അധികാരി ആരാണ് ഭീഷണിപ്പെടുത്തിയതെന്ന് ചോദിച്ചാൽ മറ്റാരുമല്ല, ഹുമയൂൺ കബീർ എന്ന പശ്ചിമ ബംഗാളിലെ പുത്തൻ താരോദയമാണ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി AJUB, അതിൻ്റെ വികാസം എന്താണെന്നുള്ളത് ഹുമയൂൺ കബീറിന് തന്നെ അറിയാം. ഓൾ യൂണിയൻ അങ്ങനെ എന്തോ ആണ്. ഈ ഹുമയൂൺ കബീർ എന്ന വ്യക്തി കുറച്ചു കാലം മുമ്പ് വരെ മമതയുടെ തൃണമൂൽ കോൺഗ്രസ്സിലായിരുന്നു. തൃണമൂൽ കോൺഗ്രസ്സിലെ ഈ ജഹാംഗീർ ഖാൻ, ഷാജഹാൻ ഷെയ്ഖ് തുടങ്ങിയ മമതയുടെ നിരവധി ജിഹാദി ഗുണ്ടകളുണ്ട്. ആ ഗുണ്ടകളെ പോലെ തന്നെ വലിയൊരു ഗുണ്ടയായിരുന്നു ഈ ഹുമയൂൺ കബീർ. പക്ഷേ ഈ തെരഞ്ഞെടുപ്പിനോട് അടുത്ത വേളയിൽ ഹുമയൂൺ കബീറിനൊരു കാര്യം മനസ്സിലായി. ഈ തൃണമൂൽ കോൺഗ്രസ്സിൽ നിന്നാൽ താൻ ഗതി പിടിക്കുവാൻ പോകുന്നില്ല എന്നുള്ളത് കൊണ്ട് അയാളൊരു ആവശ്യം മുന്നോട്ട് വെച്ചു. പശ്ചിമ ബംഗാളിൽ ഒരു ബാബറി മസ്ജിദ് പണിയണം. മമതാ ബാനർജി അല്ലെങ്കിൽ തന്നെ ഹിന്ദു വിരോധം കാരണം പല ചെയ്തികൾ ചെയ്തിട്ടുള്ളത് കൊണ്ട് ഹിന്ദുക്കളുടെ വോട്ടുകളെല്ലാം തന്നിൽ നിന്ന് അകന്നു പോവുകയാണ് എന്ന ഒരു ഭീതിയിൽ കഴിഞ്ഞിരുന്ന മമതാ ബാനർജി അത് നിഷേധിച്ചു. അത് നടക്കില്ല എന്ന് തീർത്ത് പറഞ്ഞു. ആ കാരണം ചൂണ്ടിക്കാട്ടി ഇയാൾ പാർട്ടി വിട്ടു, തൃണമൂൽ കോൺഗ്രസ് വിട്ടു. ഇയാളുടെ പുതിയ പാർട്ടി തുടങ്ങി, AJUB. അതിനുശേഷം ഇയാൾ ഒന്നോ രണ്ടോ നിയോജക മണ്ഡലങ്ങളിൽ മത്സരിക്കുകയും വിജയിക്കുകയും ചെയ്തു. 2 മണ്ഡലങ്ങളിൽ തന്നെ ഇയാൾ മാത്രം മത്സരിച്ചിട്ടുണ്ട്. അയാളുടെ വിജയവും അവിടെ ഉറപ്പായിട്ടുണ്ട്. അതിനുശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടപ്പോൾ തൃണമൂൽ കോൺഗ്രസ് മാത്രമല്ല, മമതയും ഭവാനിപ്പൂരിൽ പരാജയപ്പെട്ടിരുന്നല്ലോ സുവേന്ദു അധികാരിയോട്. അപ്പോൾ മമതയ്ക്ക് അയാൾ വളരെ ദയാപൂർവം ഒരു വാഗ്ദാനം നൽകിയിരുന്നു. തൻ്റെ 2 മണ്ഡലങ്ങളിൽ ഒന്നിൽ താൻ രാജിവെച്ചിട്ട് മമതയെ നിർത്തി താൻ ജയിപ്പിക്കാം, തൻ്റെ കീഴിൽ മമത നിൽക്കട്ടെ എന്നുള്ള രീതിയിൽ. അത്തരത്തിലുള്ളൊരു പ്രവൃത്തിയാണ് അദ്ദേഹം സാധാരണ ചെയ്യാറുള്ളത്. എല്ലാത്തിലും അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു രീതി. സുവേന്ദു അധികാരി അധികാരത്തിൽ വന്നപ്പോൾ മുസ്ലിങ്ങളെ ഉപദ്രവിച്ചാൽ സുവേന്ദു അധികാരിയെ ഞാൻ തല്ലും തുടങ്ങിയ 1-2 ഭീഷണികൾ ഇയാൾ മുഴക്കിയിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ അയാൾ പറഞ്ഞിരിക്കുന്നത്, 100 കണക്കിന് മുസ്ലിങ്ങളുമായി ഞാൻ തെരുവിലിറങ്ങിയാൽ കൊടി പിടിക്കുവാൻ പോലും BJPക്ക് ആളെ ബാക്കി കിട്ടില്ല എന്നാണ്. അതായത് BJP പ്രവർത്തകരെ എല്ലാം ഇല്ലാതാക്കുമെന്നാണ് ഹുമയൂൺ കബീറിൻ്റെ ഭീഷണി. പക്ഷേ സുവേന്ദു അധികാരി ഇത് സംബന്ധിച്ചുള്ളൊരു മറുപടി നിയമസഭയിൽ തന്നെ കൊടുത്തു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ BJP നേതാക്കൾ ഈ വിഷയം കയ്യിലെടുക്കുകയും സുവേന്ദു അധികാരി മറുപടി പറയണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തതിനെ തുടർന്നാണ് നിയമസഭയ്ക്കുള്ളിൽ അദ്ദേഹം ഇതിന് മറുപടി നൽകിയത്. സുവേന്ദു അധികാരി പറഞ്ഞിട്ടുള്ളത് വളരെ ലളിതമായൊരു കാര്യമാണ്. മമതാ ബാനർജി എന്ന ദുർബലയായ മുഖ്യമന്ത്രി അല്ല മമതാ ബാനർജിയുടെ കാര്യത്തിൽ ബംഗ്ലാദേശ് എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, ബംഗ്ലാദേശ് എന്നാണ് ഞാൻ പറയാൻ വന്നത്, ക്ഷമിക്കുക. മമതാ ബാനർജിയെ പോലെ ദുർബലയായൊരു മുഖ്യമന്ത്രി അല്ല ബംഗാൾ ഇപ്പോൾ ഭരിക്കുന്നത്. പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് സുവേന്ദു അധികാരിയാണ്. ഇത്തരത്തിലുള്ള 3ാമത്തെ ഭീഷണിയാണ് ഈ ഹുമയൂൺ കബീർ മുഴക്കുന്നത്. ഇനിയൊരു ഭീഷണി മുഴക്കുവാൻ ഹുമയൂൺ കബീറിന് അധികാരമില്ല. ഇനിയൊരു ഭീഷണി ഹുമയൂൺ കബീർ മുഴക്കിയാൽ ഹുമയൂൺ കബീർ വിവരമറിയും എന്നാണ് സുവേന്ദു അധികാരി പറഞ്ഞു വച്ചിരിക്കുന്നത്. ഹുമയൂൺ കബീറിൻ്റെ അടുത്ത് ഈ വിവരം എത്തിയപ്പോൾ അയാൾ രോഷാകുലനായി ഓഫീസൊക്കെ തല്ലിപ്പൊട്ടിച്ചു. വല്ലാത്തൊരു കോപത്തിലാണിപ്പോൾ എന്നാണ് അറിയുവാൻ കഴിയുന്ന വിവരങ്ങൾ. പക്ഷേ ഇതുവരെ ഒരു അടുത്ത ഭീഷണി അയാൾ പുറത്തിറക്കിയിട്ടില്ല. കാരണം ഒരുപക്ഷെ ഇപ്പോൾ പശ്ചിമ ബംഗാളിലും ഈ ഉത്തർപ്രദേശ് മോഡൽ വണ്ടി മറിയുന്നുണ്ട്, എൻകൗണ്ടറുകൾ നടക്കുന്നുണ്ട്. അങ്ങനെയുള്ളൊരു സാഹചര്യം നിലനിൽക്കെ ഒരുപക്ഷെ തൻ്റെ കാര്യത്തിലും അത് നടപ്പാക്കിയാലോ എന്നുള്ളൊരു ഭയം അയാൾക്കുണ്ടാകും. കാരണം സുവേന്ദു അധികാരി മുൻപ് തൃണമൂൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്നതാണ്. ആളുടെ സ്വഭാവം ഹുമയൂൺ കബീറിന് മറ്റാരെക്കാളും നന്നായിട്ടറിയാം. ഈ കൂടെ കിടന്നവനെ രാപ്പനി അറിയൂ എന്ന് പറയുന്നത് പോലെ. തന്നെയുമല്ല, സുവേന്ദു അധികാരിയെ സംബന്ധിച്ച് സുവേന്ദു അധികാരി തൃണമൂൽ കോൺഗ്രസ്സിൽ ഉണ്ടായിരുന്ന കാലത്ത് പോലും ഈ ദേശവിരുദ്ധമായിട്ടുള്ള യാതൊരു പ്രവർത്തനങ്ങളും ചെയ്തിട്ടില്ല. അതിനെ സംബന്ധിച്ച് നിരവധി അഭിപ്രായ വ്യത്യാസങ്ങൾ മമതയുമായി സുവേന്ദു അധികാരിക്ക് ഉണ്ടായിട്ടുണ്ട് താനും. ഈ ഹുമയൂൺ കബീറിനെ പോലുള്ള വ്യക്തികൾ അടിസ്ഥാനപരമായിട്ട് ബംഗ്ലാദേശികളെ ഇങ്ങോട്ട് കൊണ്ടുവന്ന് പശ്ചിമ ബംഗാൾ മുഴുവൻ പിടിച്ചെടുത്ത് ഒരു ജിഹാദി രാഷ്ട്രമാക്കണമെന്നുള്ള വളരെ ലളിതമായ ആശയങ്ങളുമായി നടക്കുന്നതാണ്, ദേശവിരുദ്ധരാണ്. അതുകൊണ്ട് തന്നെ ഇവരെ എങ്ങനെ കൈകാര്യം ചെയ്യുമെന്ന് സുവേന്ദു അധികാരിക്ക്, എങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ളത് സുവേന്ദു അധികാരിക്ക് നല്ലതുപോലെ അറിയാം. ആ കൈകാര്യം ചെയ്യൽ എങ്ങനെയായിരിക്കുമെന്ന് ഹുമയൂൺ കബീറിനും അറിയാം. എന്തായാലും ഹുമയൂൺ കബീറിനെ സംബന്ധിച്ച് സുവേന്ദു അധികാരി തന്നെ അത് പറഞ്ഞിട്ടുണ്ട്. ഈ 2 മണ്ഡലങ്ങളിൽ ജയിച്ചതിൽ ഒന്നിൽ നിന്ന് രാജിവെക്കുവാൻ പോവുകയാണ്. അവിടെ തിരഞ്ഞെടുപ്പ് വരും. ആ തിരഞ്ഞെടുപ്പ് മുൻകൂട്ടി കണ്ടുകൊണ്ട് അവിടുത്തെ മുസ്ലിം വോട്ടുകളെ ഏകീകരിച്ച് കണ്ടോ, ഞാൻ സുവേന്ദു അധികാരി വെല്ലുവിളിച്ചിരിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടിയാണ് ഇതെല്ലാം ചെയ്യുന്നത്, ഞാൻ മിടുക്കനല്ലേ എന്നുള്ളൊരു ചോദ്യം അവരുടെ മുന്നിലേക്ക് വെച്ച് ഈ മണ്ഡലത്തിൽ വീണ്ടും താൻ നിർത്തുന്ന ആളെ
ജയിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ് ഇയാളുടെ പ്രധാന ഉദ്ദേശമെന്നാണ് സുവേന്ദു അധികാരി പറയുന്നത്. പക്ഷേ എന്നിരുന്നാലും ആ ഭീഷണികളെ അദ്ദേഹം ഗൗരവമായി തന്നെ കാണുന്നു. ഇനിയൊരിക്കൽ കൂടി ഈ ഹുമയൂൺ കബീർ ഇത്തരത്തിലുള്ള ഭീഷണികൾ മുഴക്കിയാൽ ഹുമയൂൺ കബീർ വിവരമറിയുമെന്നുള്ള കാര്യം തീർച്ചയാണ്. അപ്പോൾ ഈ ഹുമയൂൺ കബീറിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ അയാളുടെ ഒരു തിരഞ്ഞെടുപ്പ് വാഗ്ദാനമുണ്ട്. അയാൾ ജയിച്ചാൽ MLA ആയാൽ പശ്ചിമ ബംഗാളിൽ ഒരു ബാബറി മസ്ജിദ് പണിയുമെന്നുള്ളത്. അവിടുത്തെ RSS ശാഖകളിൽ നിന്ന് ഏകകണ്ഠേന ഉയരുന്നൊരു സ്വരം പണിഞ്ഞു നോക്കും മകനെ എന്നുള്ളതാണ്. കുറച്ചു കാലമായി കൈയും കാലുമൊക്കെ നനങ്ങിയിട്ട് ഈ തർക്കമന്ദിരം പൊളിക്കുക എന്നുള്ളത് പരിശീലിച്ചിട്ട് കുറച്ച് കാലമായി. കാരണം എന്ന് വെച്ചാൽ ഇനിയും ഒരു 2 വലിയ തർക്കമന്ദിരങ്ങൾ നമ്മുടെ പൈതൃകത്തെ ചൂഴ്ന്ന് നിൽപ്പുണ്ട്. ഈ കഴിഞ്ഞ ദിവസം യോഗി ആദിത്യനാഥ് പറഞ്ഞതുപോലെ കൃഷ്ണജന്മഭൂമി മധുരയിൽ, കാശിയിൽ വിശ്വനാഥൻ്റെ ക്ഷേത്രം, ഈ 2 ക്ഷേത്രങ്ങളും മോചിപ്പിച്ചെടുക്കുവാനുള്ള ഒരു പുതിയ കർസേവയ്ക്ക് തുടക്കമാകുവാൻ ഹുമയൂൺ കബീറിൻ്റെ ഈ ബാബറി മസ്ജിദ് പണിയിൽ ഒരു പരിശീലന കളരിയായി ഉപയോഗിക്കാമെന്നായിരിക്കാം ഒരുപക്ഷെ RSSകാർ ചിന്തിക്കുന്നതെന്നാണ് അവിടുത്തെ പശ്ചിമ ബംഗാളിലെ രസികർ പറയുന്നത്. അറിയില്ല, അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ RSS തന്നെ ലഭ്യമാക്കണം, അല്ലെങ്കിൽ ഹുമയൂൺ കബീർ അനുഭവത്തിൽ നിന്ന് വ്യക്തമാക്കണം. അതെന്താവുമെന്ന് കാത്തിരുന്ന് കാണാം. പക്ഷേ ഹുമയൂൺ കബീർ വളയമില്ലാതെ ചാടി തുടങ്ങിയിരിക്കുന്നു. സുവേന്ദു അധികാരിയുടെ കയ്യിൽപ്പെട്ട് ഞെരിഞ്ഞമർന്ന് നിലവിളിക്കുവാനാണ് അയാളുടെ വിധി എന്നും പശ്ചിമ ബംഗാളിലെ പ്രാദേശിക മാധ്യമ പ്രവർത്തകരും രാഷ്ട്രീയ പ്രവർത്തകരും പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. കാരണം ഏത് തരത്തിലാണ് മമതയെ തകർത്തെറിഞ്ഞത് സുവേന്ദു അധികാരിയുടെ നേതൃത്വത്തിലുള്ള സംസ്ഥാന BJPയും കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അമിത്ഷായുടെ നേതൃത്വത്തിലുള്ള BJPയും ചേർന്ന് മമതാ ബാനർജി എന്ന ഒരിക്കലും ബംഗാളിൽ തകരില്ല എന്ന് പലരും വിശ്വസിച്ചിരുന്ന ഒരു ബിംബത്തെ തകർത്തെറിഞ്ഞ് അനാഥയാക്കിയത് എന്ന് ചിന്തിച്ചാൽ മാത്രം മതി ഹുമയൂൺ കബീറൊക്കെ സുവേന്ദു അധികാരിയെ പോലുള്ളവർക്ക് BJPക്ക് എത്ര നിസ്സാരമായ ഒരു ഇരയാണ് എന്ന് മനസ്സിലാക്കുവാൻ. അപ്പോൾ ഈ വിഷയത്തിൽ ഹുമയൂൺ കബീറിൻ്റെ ഈ ഒരു പ്രസ്താവനകളെ സംബന്ധിച്ച്, ഭീഷണികളെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഈ വീഡിയോ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുന്നതിനൊപ്പം തന്നെ തത്വമയി ന്യൂസിൻ്റെ YouTube ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.